ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവപുത്രന്റെ ജനനവും കന്യകയുടെ പ്രത്യേകതയും. യെശയ്യാവ് 7:14 അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഈ തിരുവചനം ദൈവം മനുഷ്യനായി വെളിപ്പെടുന്നതിനെ കാട്ടുന്നു. യെശയ്യാവ് ഇതിനെ പ്രവചനമായി എഴുതപ്പെട്ടിരിക്കുന്നു. കന്യകയിൽ നിന്ന് ദൈവപുത്രൻ പിറക്കുന്നത് ഒരു വിചിത്രമായ കാര്യം. ഉൽപ്പത്തി പുസ്തകം 3:15 ഇത് സ്ത്രീയിൽ വിത്ത് എന്ന് എഴുതിയിരിക്കുന്നു. നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും എന്ന്. പാമ്പിനോടും ഹവ്വയോടും ചേർന്നുള്ളതായി സംസാരിച്ചു വരുന്നു. പാമ്പിനും വിത്തില്ല, ഹവ്വയ്ക്കും വിത്തില്ല. പാമ്പ് എന്നത് വീണുപോയ ദൈവദൂതന്മാരെ കാട്ടുന്നു. ദൂതന്മാർക്ക് വളരുവാനോ പെരുകുവാനോ സാധിക്കില്ല. എന്നാൽ മനുഷ്യർക്ക് ഒരു വളർച്ചയും പെരുക്കവുമുണ്ട്. പുരുഷന്റെ വിത്തിൻ ഫലമായി മനുഷ്യർ പിറക്കുന്നു, എന്നാൽ സ്ത്രീക്കോ വിത്തില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:13 അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഇവിടെ പുരുഷന്റെ ഇഷ്ടത്താൽ പിറക്കുന്നതിനെക്കുറിച്ചും ദൈവത്താൽ പിറക്കുന്നതിനെക്കുറിച്ചും യോഹന്നാൻ എഴുതുന്നു. പുരുഷനെ ഞാൻ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് മറിയയുടെ ചോദ്യത്തിന് ഗബ്രിയേൽ ദൂതൻ ശരിയായ ഉത്തരത്തെയും കൊടുക്കുന്നതായി കാണാം. അതെങ്ങനെയെന്നാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് ഗബ്രിയേൽ ദൂതൻ പറയുന്നതായി കാണാം. മത്തായി എഴുതിയ സുവിശേഷം 1:18 മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ ജനിപ്പിക്കുന്നത് സ്ത്രീയുടെ വിത്ത് തന്നെ. കന്യകയുടെ വയറ്റിൽ നിന്ന് ദൈവപുത്രൻ വെളിപ്പെടും എന്ന പ്രവചനം ആ കാലഘട്ടത്തിൽ അനേക കന്യകമാർ തങ്ങളിൽ അവൻ വന്ന് ജനിക്കണമെന്ന് കാത്തിരിക്കുന്നതായി ചരിത്രകാരന്മാർ പറഞ്ഞുവരുന്നു. തിരുവചന ബൈബിളിൽ ഇതിന് തെളിവില്ല. ഇവിടെ മറിയ എന്ന കന്യക വിശേഷിച്ചവളാണ്. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:28 എഴുതിയിട്ടുണ്ട്. അവൾ കൃപ ലഭിച്ചവൾ. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണമെന്ന് ഗബ്രിയേൽ മറിയയോട് പറയുന്നു. യെശയ്യാവ് ഇമ്മാനുവേൽ എന്ന് പേരിടണം എന്ന് എഴുതിയിരിക്കുന്നു. ഇമ്മാനുവേൽ, മശീഹ, ക്രിസ്തു എന്ന പേരുകൾ യഹൂദന്മാരുടെ പ്രതീക്ഷയാണ്. മേൽപ്പറഞ്ഞ പേരിൽ അവർ വെളിപ്പെടാതെ യേശു എന്ന പേരിൽ അവൻ വെളിപ്പെട്ടു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:21 യേശു എന്ന് പേരിടണം എന്ന് യോസേഫിന് ഗബ്രിയേൽ ദൂതൻ പറയുന്നു. യേശു എന്ന പേരിട്ടതായി മത്തായി എഴുതിയ സുവിശേഷം 1:25 എഴുതിയിട്ടുണ്ട്. എന്തായാലും ദൈവപുത്രൻ മനുഷ്യനായി വന്ന കാലഘട്ടത്തിലെ ഈ പേര് ഒരു പ്രശ്നമായി അവരുടെ ഇടയിൽ തന്നെ എല്ലാവരും മുട്ടിമോതിക്കൊണ്ടിരിക്കുന്നു. അവർ ദാവീദിന്റെ നാടായ ബെത്ലഹേമിൽ ജനിച്ച ജനനം വെളിപ്രകാരമായി തെളിവില്ലാതെ പോയി. 1 തിമോത്തി 3:16 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ദൈവപുത്രനെ പ്രസവിക്കുന്ന ഭാഗ്യം മറിയയ്ക്കുള്ളതാണ്. ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുത്ത് ദൈവപുത്രന്റെ ജനനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:28 നിന്ന് 38 വചനം വരയ്ക്കും നമുക്ക് കാണാം. മറിയ ഇതിനെ അങ്ങനെ തന്നെ അനുസരിച്ചത് മാത്രമല്ല, ഗബ്രിയേൽ ദൂതനോട് ഒരു ചോദ്യവും ചോദിക്കുന്നു. ഇത് എങ്ങനെ സംഭവിക്കും എന്ന ചോദ്യം. ദൈവം തന്റെ സത്യങ്ങളെ, ഉണ്മകളെയെല്ലാം ദൈവത്തിന്റെ സുവിശേഷ വേലക്കാർ മൂല്യമായി പറയുന്നത് നാം കേൾക്കുമ്പോൾ ഈ മറിയെ പോലെ നാം അതിനെ തെളിവുപെടുത്തണം. അനേക സത്യങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നാം അതിനെ തെളിവുപെടുത്തണം എന്നത് മറിയ ഒരു മാതൃക. തെളിഞ്ഞ ബുദ്ധി എന്നത് ക്രിസ്ത്യാനികളുടെ ഒരു അടിസ്ഥാനമാണ്. 1 പത്രോസ് എഴുതിയ ലേഖനം 1:13 നമുക്കിതിനെ കാണാം. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിങ്കൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. ദൈവപുത്രന്റെ ജനനത്തെക്കുറിച്ച് മറിയ തന്നെ തെളിവുപെടുത്തിയാലും മറ്റുള്ളവരുടെ കാഴ്ചയിൽ അവളെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത് എന്നൊന്നും അവൾ ലേശം പോലും ഭയപ്പെടാതെ ഞാൻ ദൈവത്തിന് അടിമയായിരിക്കുന്നു എന്ന് തന്നെ സമർപ്പിക്കുന്നു. അടിമ എന്നത് പൂർണ്ണമായും സമർപ്പിച്ചതിന്റെ ഒരു ജീവിതം. അടിമയ്ക്ക് ഒരു ന്യായവുമില്ല. നിന്ദകൾ, അപമാനങ്ങൾ എന്ത് വന്നാലും നമ്മളെ പൂർണ്ണമായും അടിമയായി സമർപ്പിക്കുന്നതാണ് നാം മറിയയുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ച മേന്മയായിട്ടുള്ള പാഠം.
മറിയ തന്റെ ജനത്തോട് ചേർന്ന് എലീശബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലീശബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. ഇവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലീശബത്ത് മറിയയെയും വന്ദനം ചെയ്തതായി നമുക്ക് കാണാം. എലീശബത്തിന്റെ വന്ദനം കേട്ട മറിയ കർത്താവിനെ മഹിമപ്പെടുത്തി അനേക സത്യങ്ങളെ പറഞ്ഞതായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:46 നിന്ന് തുടർച്ചയായ വചനങ്ങളിൽ നമുക്ക് കാണാം. മറിയ ഏറെക്കുറെ 3 മാസം എലീശബത്തിന്റെ കൂടെ താമസിച്ച് അവളെ സഹായിച്ചതായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:56 പറയുന്നു. സ്ത്രീയിൻ സന്തതിയായി ദൈവപുത്രനെ ജനനം കൊടുത്ത മറിയ, ഗബ്രിയേൽ ദൂതന്റെ വാക്കുകളെ കേട്ട് തന്നെ തെളിവുപെടുത്തിയ മറിയ, നിന്ദകൾ അപമാനങ്ങൾ എന്തു വന്നാലും ഭയപ്പെടാതെ തന്നെ അടിമയായി സമർപ്പിച്ച മറിയ, എലീശബത്തിനെ വന്ദിച്ച മറിയ, എലീശബത്തിന്റെ വന്ദനത്തെ കേട്ട് ദൈവത്തെ മഹിമപ്പെടുത്തിയ മറിയ, സ്നാപക യോഹന്നാന്റെ ജനനം വരയ്ക്കും 3 മാസം എലീശബത്തിനോടുകൂടെ താമസിച്ച് സഹായം ചെയ്ത മറിയ, മേൽപ്പറഞ്ഞ അനുഭവമുള്ള മറിയയുടെ ഇടത്തിൽ ദൈവപുത്രൻ വെളിപ്പെട്ടു. ദൈവപുത്രൻ 30 വർഷങ്ങൾ മാതാപിതാക്കളോടും ന്യായപ്രമാണത്തിലുള്ള എല്ലാ നിയമങ്ങളെയും തന്റെ മാംസമായ ശരീരത്തിൽ ന്യായപ്രമാണത്തെ നിറവേറ്റി. മത്തായി എഴുതിയ സുവിശേഷം 5:17 ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നോ എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത് എന്ന് എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ 3.5 വർഷ സുവിശേഷ പ്രസംഗത്തിന്റെ ശുശ്രൂഷയിൽ തുടക്കം കാനാവൂരിലെ കല്യാണ വീടായിരുന്നു. ശുശ്രൂഷയുടെ അവസാനം കാൽവറി ക്രൂശിലെ മരണമായിരുന്നു. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് മറിയ പറഞ്ഞതിന്റെ അർത്ഥം യേശുവിനെ മറിയ അറിമുഖപ്പെടുത്തുന്നതായും അടയാളപ്പെടുത്തുന്നതായും നമുക്ക് കാണാം. കാനാവൂരിലെ കല്യാണ വീട്ടിൽ യേശുവിനെ ക്ഷണിക്കുന്നു. പക്ഷേ അവൻ കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറയുന്നത് മറിയയാണ്. യേശുവിനെ എല്ലാവർക്കും അറിമുഖപ്പെടുത്തുന്നത് നമ്മുടെ കടമയാണ്. മത്തായി എഴുതിയ സുവിശേഷം 17:5 ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുക്കുവിൻ എന്ന ശബ്ദത്തെ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്ന 3 പേരും കേട്ടു. ഇവന് ചെവി കൊടുക്കുവിൻ എന്നത് ഇവർ എന്താണോ പറയുന്നത് അത് അങ്ങനെ തന്നെ ചെയ്യുവിൻ എന്നതാണ്. ഇതാണ് കാനാവൂർ കല്യാണ വീട്ടിൽ മറിയെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റിയ സത്യങ്ങൾ. കാനാവൂർ കല്യാണ വീട്ടിൽ യേശു തന്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുന്നു. ക്രൂശിലെ മരണത്തിലും തന്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുന്നു. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് മത്തായി എഴുതിയ സുവിശേഷം 1:1 എഴുതിയിട്ടുണ്ട്. ഇവിടെ തന്റെ അമ്മയെ സ്ത്രീയെ എന്ന് പറയുന്നത് വംശാവലി ഇല്ലാത്തിടത്തിൽ അവൻ തമ്മെ വെളിപ്പെടുത്തുന്നു. എബ്രായർ 7:3 അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല, അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ഈ വചനം മൽക്കിസദേക്ക് എന്ന പരിശുദ്ധാത്മാവിനെ കാട്ടും. അവൻ പുരോഹിതനാണ്. ഉൽപ്പത്തി 14:18 അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമായിരിക്കയാൽ ലേവ്യ പൗരോഹിത്യത്തിന്റെ ക്രമം നിർത്തലാക്കി മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം തുടങ്ങുന്നു. എബ്രായർ 7:11 പ്രകാരം ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിൻ കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? ഈ തിരുവചനത്തിൽ ലേവ്യ പൗരോഹിത്യ ക്രമപ്രകാരം നിർത്തലാക്കി മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതൻ തുടങ്ങുന്നതായി നമുക്ക് കാണാം. തുടർന്നുള്ള വചനങ്ങളിൽ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനായി യേശു വെളിപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ പറ്റും. സങ്കീർത്തനം 110 ആദ്യത്തെ 4 വചനങ്ങളിൽ യേശു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതൻ എന്ന് ദാവീദ് പ്രവചനമായി പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ വംശാവലി എന്ന് എഴുതിയാലും അവരുടെ ശുശ്രൂഷയിൽ വംശാവലി ഇല്ലാത്ത സ്ഥാനത്തിലെ തന്നെ വെളിപ്പെടുത്തുന്നു. യെശയ്യാവ് 53:8 ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എന്റെ ജനത്തിന്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവന്റെ തലമുറയിൽ ആർ വിചാരിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19:26-27 വചനങ്ങളിൽ യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അപ്പോസ്തല പ്രവൃത്തി 1:14 പ്രകാരം യെരൂശലേമിന്റെ മാളിക മുറിയിൽ 120 പേർ കാത്തിരുന്നവരോടുകൂടെ മറിയയെയും നമുക്ക് കാണാം.
അവിടെ ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മ മറിയയോടും അവന്റെ സഹോദരന്മാരോടുകൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. 120 പേരോടുകൂടെ മറിയ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതായി കാണാം. പരിശുദ്ധാത്മാവിനാലെ ഗർഭം ധരിച്ച് യേശുവിനെ പ്രസവിച്ചതു മാത്രമല്ല, പെന്തക്കോസ്തു നാളിൽ 120 പേരോടുകൂടെ പരിശുദ്ധാത്മാവിനെ മറിയ പ്രാപിച്ചവളായും കാണുന്നു. പെന്തക്കോസ്ത് ക്രമത്തിലെ പുതിയ നിയമസഭയിലെ ആദ്യ അപ്പോസ്തലന്മാരുടെ നടുവിൽ യേശുവിന്റെ അമ്മയായ മറിയയ്ക്ക് എല്ലാവരും ബഹുമാനം കൊടുത്തതായും കാണുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിന്റെ അമ്മ മറിയയെ അവസാനം വരെ തന്നോടുകൂടെ വെച്ചതായി അറിയാമല്ലോ. അവസാന കാലത്തിലും എഫസോസ് എന്ന തുർക്കി നാട്ടിൽ യോഹന്നാൻ അപ്പോസ്തലനോട് ഇരുന്നു തന്റെ ജീവിതം അവസാനിച്ചതായി ചരിത്രത്തിൽ പറയുന്നു. നാം കേട്ടുകൊണ്ടിരിക്കുന്നത് യേശുവിന്റെ അമ്മയായ മറിയയെ പറ്റിയുള്ള സത്യങ്ങൾ. യേശുവിനെ പ്രസവിച്ച ഭാഗ്യം മാത്രമല്ല, പെന്തക്കോസ്തു ഭാഗ്യത്തെയും അവൾ പ്രാപിച്ചു. മണവാളനായ യേശുവിനെ അവർ മണവാട്ടി എന്ന സ്ഥാനത്തിൽ കാണുന്നത് നിശ്ചയം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.